ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ചൈനീസ് വിഭവമാണ് ഗോബി മഞ്ചൂരിയൻ. ഗോബി എന്നുള്ളത് ഒരു ഹിന്ദി വാക്കാണ്, അതായത് നമ്മൾ കോളിഫ്ലവർ വെച്ചുള്ള ഒരു മഞ്ചൂരിയൻ. അപ്പോൾ ഗോബി മഞ്ചൂരിയൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് ചെറിയ ഫ്ലോററ്റ്സ് ആയിട്ടുള്ള കോളിഫ്ലവർ, ചെറിയ ഫ്ലോററ്റ്സ് ആയിട്ട് നമ്മൾ പൊട്ടിച്ചോ കട്ട് ചെയ്തോ എടുക്കുക. അങ്ങനത്തെ ഒരു 1-1.5 കപ്പ് നിങ്ങളുടെ ഉള്ള അനുസരിച്ച് കുറച്ച്, ഈ കാണുന്ന ക്വാണ്ടിറ്റിയാണ് ഞാൻ എടുക്കുന്നത്. അത് നമ്മൾ എടുക്കുക. ഇത് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്താണ് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട്. ഇനി ഞാനൊന്ന് ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് വാഷ് ചെയ്ത് എടുക്കാൻ പോവാണ്. തിളച്ച വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് നമ്മളിപ്പം ഈ കോളിഫ്ലവറിൻ്റെ ഫ്ലോററ്റ്സ് അതിലിട്ട് ഒരു 5 മിനിറ്റ് ഇതൊന്ന് ആ തിളച്ച വെള്ളത്തിൽ കിടക്കട്ടെ, ഒന്ന് അടച്ച് വയ്ക്കാം 5 മിനിറ്റ്. ഇത് സ്റ്റൗ ഓൺ ചെയ്യരുത്, ഫ്ലെയിം ഒന്നും ഓൺ ചെയ്യരുത്. തിളച്ച വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് മാത്രം ഇടുക, പാത്രം വെച്ച് അടച്ച് വെക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പുഴുവോ എന്തെങ്കിലും നമ്മുടെ കോളിഫ്ലവറിൽ ഉണ്ടെങ്കിൽ അത് പൊക്കോളൂ. അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതേ നമ്മൾ ഇനി ഒരു പാത്രത്തിലേക്ക് ഈ നമ്മുടെ ആ കോളിഫ്ലവർ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്നതാണ് 3 ടേബിൾ സ്പൂണ് നമ്മൾ കോൺഫ്ലവർ, അതായത് നല്ല വൈറ്റ് കളറിൽ കാണുന്ന കോൺഫ്ലവർ ആണ്. പിന്നെ ഇത് 4 തൊട്ട് 5 ടേബിൾ സ്പൂൺ വരെ നിൽക്കണം. ഞാൻ 5 ടേബിൾ സ്പൂൺ മൈദയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് ഒരു ടേബിൾ സ്പൂണ് വരെ എടുക്കാം. ഞാൻ 3/4 ടേബിൾ സ്പൂണ് അരിപ്പൊടി ആണ് എടുത്ത് വെച്ചത്, നമ്മൾ സാധാരണ അരിപ്പൊടി. അപ്പോൾ നമ്മൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിൽ ആഡ് ചെയ്യാനുള്ളത് ഒരു ടേബിൾ സ്പൂണ് സോയാ സോസ്, ചേർത്ത് കൊടുക്കുക. പിന്നെ ഒന്നുകിൽ നിങ്ങൾക്ക് അതിലേക്ക് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എൻ്റെ അടുത്ത് റെഡ് ചില്ലി സോസ് ഉള്ളത് കൊണ്ട് ഞാൻ അത് ചേർത്ത് കൊടുക്കുകയാണ്. അതും 1 ടേബിൾ സ്പൂണ് റെഡ് ചില്ലി സോസും കൂടെ അതൊരു കളറും കൂടെ കിട്ടും. അപ്പോൾ നമുക്ക് അതിലേക്ക് ഇപ്പോൾ ഇത് വേണ്ട എന്നുണ്ടെങ്കിൽ, കളർ വേണ്ടാന്നുണ്ടെങ്കിൽ അത് ചേർക്കണ്ട. ആർട്ടിഫിഷ്യൽ കളേഴ്സ് യൂസ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് ഉപയോഗിക്കുന്നത്. ഇനി ഇതിനോട് നമുക്ക് ആവശ്യത്തിനുള്ള നമുക്ക് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു ആവശ്യത്തിനുള്ള ഉപ്പും അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പതുക്കെ വെള്ളം ചേർത്ത് നമ്മളുടെ ആ ഒരു കൺസിസ്റ്റൻസി എത്താൻ പാകത്തിന് അത് നന്നായിട്ട് കോട്ട് ചെയ്ത് കോളിഫ്ലവറിന് മാരിനേറ്റ് ചെയ്യാനാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് നന്നായിട്ട് ഇത് പിടിക്കാൻ പാകത്തിന് ഈ നമ്മളിട്ടിരിക്കുന്ന ആ ഒരു സോസസും കുരുമുളക് പൊടിയും ഉപ്പൊക്കെ നന്നായിട്ട് പിടിക്കാൻ പാകത്തിനുള്ള രീതിയിൽ എടുക്കണം. അപ്പോൾ മെല്ലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് നമ്മൾ കുഴച്ചെടുക്കാനായിട്ട്. അതേ കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആവുന്ന രീതിയിൽ വെള്ളം മിക്സ് ചെയ്തെടുക്കുക. കൂടി പോരുത് വെള്ളം. പിന്നെ നിങ്ങളുടെ എത്ര കോളിഫ്ലവർ ഉണ്ട് അതനുസരിച്ച് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ എണ്ണം മാറ്റിയെടുക്കാം. ഇനിയിപ്പോൾ വെള്ളം കുറച്ച് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരല്പം മൈദയും കോൺഫ്ലവറും അരിപ്പൊടിയൊക്കെ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ആ ഒരു റേഷ്യോയിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ടുകൊണ്ടിരുന്നാൽ മതി. അപ്പം നിങ്ങൾക്ക് ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടുമ്പോൾ നിർത്തുക കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നമ്മളുടെ ആ കോളിഫ്ലവേഴ്സ് ഇപ്പോൾ 5 മിനിറ്റ് ആ ചൂടുവെള്ളത്തിൽ കിടക്കുന്നില്ല, അതെടുത്ത് നമുക്ക് ഡ്രെയിൻ ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഞാൻ ആ കോളിഫ്ലവറിൻ്റെ ഫ്ലോററ്റ്സ് നമ്മളിപ്പോൾ റെഡിയാക്കിയ ബാറ്ററിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കണം. അപ്പോൾ അത് നന്നായിട്ട് കോട്ട് ചെയ്തെന്ന് എല്ലാ ഫ്ലോററ്റ്സ് നന്നായിട്ട് കോട്ട് ചെയ്തെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഒരു ഹാഫ് ആൻ അവർ, ഒരു അരമണിക്കൂർ നമ്മളിതിനെ ഫ്രിഡ്ജിൽ വെക്കണം, റെഫ്രിജറേറ്റ് ചെയ്യണം ഒരു അരമണിക്കൂറത്തേക്ക്. അപ്പോൾ മാരിനേറ്റും ആയി വരും. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിലേക്ക് ഒരു അരമണിക്കൂറത്തേക്ക് വയ്ക്കാം, റെസ്റ്റ് ചെയ്യാൻ. അരമണിക്കൂർ കഴിഞ്ഞിട്ട് നല്ല മാരിനേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് നമ്മുടെ ആ ഫ്ലോററ്റ്സൊക്കെ കോളിഫ്ലവറിൻ്റെ. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ചൂടാക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇത് ഫ്രൈ ചെയ്ത് എടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കിടന്നൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ക്രിസ്പി ആയി വരുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതെടുത്ത് കോരി മാറ്റാം. അതേ കണ്ടോ, നമ്മളെല്ലാം കോളിഫ്ലവറിൻ്റെ ഫ്ലോററ്റ്സും നന്നായിട്ട് മസാലയൊക്കെ അതിൽ പിടിച്ചിരിക്കുന്ന ഫ്ലോററ്റ്സ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പം വെറുതെ കഴിക്കാൻ പോലും നല്ല ടേസ്റ്റ്, അത്രയും നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വന്നിരിക്കുന്ന കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനിയിപ്പോൾ അടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പം ഞാൻ കുറച്ച് വെളുത്തുള്ളിയില്ലേ, ഗാർലിക്ക് ഒരു ടീസ്പൂൺ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 1-2 ടീസ്പൂൺ നമുക്ക് എടുക്കാം. പിന്നെ അതിൻ്റെ പകുതി കുറച്ച് അര ടീസ്പൂണോ 1 ടീസ്പൂണോ നമുക്ക് നമ്മുടെ ജിഞ്ചർ, അതായത് ഇഞ്ചി അരിഞ്ഞതും എടുക്കാം. കൂടുതൽ വെളുത്തുള്ളി നിൽക്കുന്നതാണ് നല്ലത്. അപ്പോൾ വെളുത്തുള്ളിയുടെ ടേസ്റ്റാണ് ഈ ചൈനീസ് ഫുഡിലൊക്കെ കൂടുതൽ വരിക. അതുകൊണ്ട്
ഇനി ഞാനിപ്പോൾ സവാള എടുത്തിട്ടുണ്ട്. അത് ചതുര കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്ന സവാളയാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ക്യാപ്സിക്കം. അപ്പോൾ അതും നമ്മൾ ഒരു സ്ക്വയറോ റെക്റ്റാങ്കിളോ അങ്ങനത്തെ ഒരു പീസസ് ചതുര കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്കിനി ഈ ഇതിലേക്ക് മിക്സിലേക്ക് ചേർക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പാൻ ഇനി നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം. പാനിലേക്ക് നമ്മളൊരു 3 ടേബിൾ സ്പൂൺ കേട്ടോ, 3 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇനി ഇത് എണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് മെല്ലെ നമ്മുടെ കട്ട് ചെയ്ത് വച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് തുടങ്ങാം കേട്ടോ. എണ്ണ ഇപ്പോൾ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ആദ്യം നമ്മളുടെ ചോപ്പ് ചെയ്ത് വച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഗാർലിക്ക് ചേർത്ത് കൊടുക്കാം. ആ ഗാർലിക്കിൽ ആ എണ്ണയുടെ ആ ഒരു സ്മെല്ല് വരണം. അതാണ് ചൈനീസ് ഫുഡിൻ്റെയൊക്കെ ഒരു ഫ്ലേവറും ആ സ്മെല്ലൊക്കെ കൊടുക്കുന്നത്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വെക്കാം. ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വച്ചിരിക്കുന്ന സവാളയും നമ്മളുടെ ക്യാപ്സിക്കവും എല്ലാം കൂടെ ചേർത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ഒന്ന് നന്നായിട്ട് നിങ്ങൾക്ക് സ്പ്രിങ് അണിയൻ ഉണ്ടെങ്കിൽ അതും ചേർക്കുവാണെങ്കിൽ നല്ലതാണ്. എൻ്റെ അടുത്തില്ല, അതുകൊണ്ട് ഞാൻ ചേർക്കാത്തതാണ്. കുറച്ചും കൂടെ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ തരും. ഇത് ചെറുതായിട്ടൊന്ന് വാടി വന്നതിന് ശേഷം ഒന്ന് വല്ലാതെ കളറ് മാറുന്ന പോലെ ഒന്നും ചെയ്യണ്ട. ഒന്ന് വാടി റെഡിയായി വരുമ്പോൾ കുറച്ചൊന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് അതിന് വേണ്ട സോസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. എൻ്റെ ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ടീസ്പൂൺ റെഡ് ചില്ലി സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അതേപോലെ തന്നെ 2 ടീസ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കിത് കഴിഞ്ഞിട്ട് ആവശ്യമുള്ളത് സോയാ സോസാണ്. സോയാ സോസും അതുപോലെ തന്നെ 2 ടീസ്പൂണ് സോയാ സോസും ചേർത്ത് കൊടുക്കുക. ആദ്യം നമുക്ക് സോസസ് ഈ ഒരു രീതിയിൽ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്കെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് നേരം ഇതൊന്ന് സോസസും ഇതെല്ലാം കൂടെ ഒന്ന് ഒരുമിച്ച് ഒന്ന് കുക്കായി വരട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം ഇതിലേക്ക്. ഞാനിപ്പോൾ ഒരു 3/4 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. അതും കൂടെ ചേർന്നത് കുറച്ച് എല്ലാ വെജിറ്റബിൾസും കൂടെ ചേർന്ന് ഒന്ന് തിളച്ച് വരികയാണ്. ഈ ഒരു തിളച്ച് വന്നതിന് ശേഷം നമുക്ക് കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിൽ കലക്കിയത്, അതായത് ഒരു 3 ടീസ്പൂൺ കോൺഫ്ലോർ കലക്കിയത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് തിക്കൻ ചെയ്യും. കോൺഫ്ലോർ ചേർക്കുന്നത് നമ്മളുടെ ആ ഒരു ഗ്രേവി കുറച്ച് തിക്കായിട്ട് വരാൻ വേണ്ടിയാണ്. ഇതിനി ഒരുമിച്ച് കിടന്നൊന്ന് തിളക്കട്ടെ, ഒരു ചെറിയൊരു തിക്കനിങ് ആവുന്നവരെ. അതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വച്ചിരിക്കുന്ന ഗോബിയില്ലേ, നമ്മുടെ കോളിഫ്ലവർ ഗോബി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവി ആയിട്ടുണ്ട്. ആ ഒരു സോസസിൻ്റെയൊക്കെ കളർ ഇതിലിപ്പോൾ ഞാൻ അവിടെ അഡീഷണൽ കളേഴ്സൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അതുകൊണ്ടൊരു ഭയങ്കര ഒരു റെഡിഷ് കളറൊന്നും ഉണ്ടാവില്ല ഇതിന്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ സാധാരണ കളറൊന്നും ചേർക്കാതെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്കിതിലേക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇല്ലേ, അതൊന്ന് ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക്. കോളിഫ്ലവറും ഇപ്പോൾ ഭയങ്കര ഒരു കളറൊന്നുമില്ല. നിങ്ങൾക്ക് കളർ വേണമെങ്കിൽ ഫുഡ് കളറൊക്കെ ചേർത്ത് കൊടുക്കാം, റെഡ് കളർ. ഇപ്പോൾ നമ്മൾ വീട്ടിൽ കഴിക്കുന്നതല്ലേ, അപ്പോൾ കളേഴ്സിൻ്റെ ഒന്നും വലിയ ആവശ്യമില്ല. നമുക്ക് ആ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടിയാൽ മതിയല്ലോ. അപ്പോൾ അതിനി ഇതെല്ലാം കൂടെ ഒരുമിച്ച് കിടന്നിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് ഈ സ്റ്റേജിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കാം കേട്ടോ. ഉപ്പ് കറക്റ്റ് അല്ലെങ്കിൽ ബിക്കോസ് സോസസിലൊക്കെ ഉള്ള സ്ഥിതിക്ക് ഓവറായിട്ട് ഉപ്പ് ഇടേണ്ട കാര്യമില്ല. നമുക്ക് ഉപ്പ് കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉപ്പും കുറച്ച് ചേർത്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ അതേ നമ്മളിതൊന്ന് കുറച്ച് നേരത്തേക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കുകയാണ്. ഒരു 5 മിനിറ്റോ 2-3 മിനിറ്റൊക്കെ കഴിയുമ്പോൾ തന്നെ തുറന്ന് നോക്കിക്കോ. ബിക്കോസ് ഇപ്പോൾ തന്നെ തിക്കാണല്ലോ ഗ്രേവി നിങ്ങൾക്ക് ലൂസായിട്ടുള്ളതാണ് വേണമെങ്കിൽ കുറച്ചും കൂടെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കാം. അല്ലെങ്കിൽ ഗ്രേവി ടൈറ്റൻ ചെയ്തിട്ട് ഒരു ഡ്രൈ ആയിട്ടുള്ള ഇതായിരിക്കും നമുക്ക് കിട്ടുന്നത്. കണ്ടോ, നമ്മുടെ ഗോബി മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിമൊക്കെ ഞാൻ ഓഫ് ചെയ്ത് വച്ചിരിക്കുവാണ്. ഇപ്പോൾ ഒരു മീഡിയം ഗ്രേവിയിലാണ് ഇതിരിക്കുന്നത്. ഭയങ്കര ലൂസും അല്ല ഡ്രൈയും അല്ല.
അപ്പോൾ നിങ്ങൾക്കിത് ചപ്പാത്തിയുടെ കൂടെയൊക്കെ സുഖമായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റാം. നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഗോബി മഞ്ചൂരിയൻ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ തന്നെ റെസിപ്പി ഫോളോ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വേറൊരു വിഭവമായിട്ട് വരുന്നവരെ ടിൽ ദെൻ ദിസ് ഈസ് ബൈ ഫ്രം ബ്യൂട്ടിഫുൾ ലൈഫ്.